ഈ നല്ല വൈകിയ സമയത്ത് ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കുവാൻ നൽകിയ നല്ല സമയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് ഈ സുദിനത്തിൽ നമുക്ക് പ്രഭാതത്തിൽ 2 സർവീസ് കൂടുവാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, പാടി ആരാധിക്കുവാൻ എല്ലാം ദൈവം നമുക്ക് അവസരം നൽകി. അതിനോടുകൂടെ ചേർന്ന് ഈ റോച്ചസ്റ്റർ പട്ടണത്തിൽ നമുക്ക് വരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവം ഈ ഒരു ഭാഗ്യം തന്നെ നൽകിയിരിക്കുകയാണ്. നമ്മളത് വളരെ വാഞ്ചയോടുകൂടെ തന്നെ നാം അത് ഏറ്റെടുക്കണം. അതൊരു പ്രിവിലേജ് ആയിട്ട് തന്നെ കരുതി കൺസിഡർ ഇറ്റ് ആസ് ആൻ ഓണർ ടു ക്രൈ ഔട്ട് ഫോർ സോൾസ്. ഈ ഒരു പട്ടണത്തിൽ ദൈവം നമുക്ക് ഇങ്ങനെ ഒരു വിഷൻ നൽകി നമ്മളിവിടെ ആക്കിയിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് നോട്ട് ബൈ ചാൻസ്, ഇറ്റ്സ് നോട്ട് ബൈ ആക്സിഡൻറ്റ്. നാം ഇന്നലെ ഇവിടെ വരുവാനും ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനേകർക്ക് ട്രാക്ട് കൊടുക്കുവാൻ, വചനം കൊടുക്കുവാൻ എല്ലാം ദൈവം നമുക്ക് സമയം നൽകി, അവസരം നൽകി. ഇതെല്ലാം നാമമഹത്വത്തിനായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇവിടെ നാം 8ാമത്തെ സർവീസ് റോച്ചസ്റ്ററിൽ നാം ആയിരിക്കുമ്പോൾ ഈ ജൂൺ മാസത്തിൽ ഈ വേനൽ ദിവസത്തിൽ നമുക്ക് വൈകുന്നേരം ദൈവസന്നിധിയിൽ നാം സമയം ചെലവഴിക്കുവാൻ നാം ആഗ്രഹിച്ചായിരിക്കുന്നുവല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. സ്നേഹവാനാം ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരുന്നു, പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പട്ടണത്തെ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയ്ക്ക് അനേകം പേർ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ലോർഡ്, വി നോ ദാറ്റ് യു ഹാവ് മെനി പീപ്പിൾ, മെനി സോൾസ് ഇൻ ദിസ് സിറ്റി ദാറ്റ് യു ഹാവ് chosen, you have seen. Lord, we pray that through our work, through our hallelujah, through our work, that Lord, we pray that those souls will be saved for you, Lord. Lord, we want to be instruments in your hands. Lord, you have a plan. We want to be part of that plan, Lord. കർത്താവെ, ഞങ്ങൾ ഒരിക്കലും തള്ളിപ്പോകാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പദ്ധതിയിൽ, അങ്ങയുടെ പ്ലാനിൽ ഈ പട്ടണത്തിന് വേണ്ടി അങ്ങ് കർത്താവെ ഇവിടെ ഉണർവഹിക്കുമ്പോൾ ഞങ്ങളും അതിന് ഭാഗമാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വീട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ കർത്താവെ കോട്ടകൾ തകരുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ജനമുണരുവാൻ കർത്താവ് ദിവസങ്ങളിൽ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾക്ക് കർത്താവ് യാത്ര ചെയ്ത് വരുവാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ, പാട്ടുകൾ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വചനത്തിൽ ശ്രവിക്കുമ്പോൾ കർത്താവ് എല്ലാം അങ്ങയ്ക്ക് മഹത്വപ്പെടുവാൻ കർത്താവെ കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. Lord, it may be for your glory. Lord, when we pray, let it be from our hearts. Lord, when we sing songs, let us sing it with knowing the meaning and meaningfully sing it for glorifying your name. Lord, also I ask in the name of our Lord and Savior Jesus Christ. Amen. നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ചില പാട്ടുകൾ പാടാം. Let's all stand up in God's presence as we are singing some songs. He healed the
morning we heard a message about faith life. And I was thinking of those points when we were driving here. The second point that Pastor shared is faith is obeying when it defies all logic. For many of us, I was thinking tonight will be the third sermon that we are going to listen. Even yesterday we drove to the city, we handed out tracts, we spoke to many people, we tried to share the good news, and here again we are on Sunday night doing the same thing over again. But as we are going to sing this second song here, just don't sing it as empty words, but hold on to the promises that the promise giver has given us. And let's pray with faith that God will, come forth, show forth His promises and give us many souls in this land. Standing on the promises of Christ my King, through eternal ages let His praises ring. Glory in the highest I will shout and sing, standing on the promises of God. Standing on the promises of Christ my Savior. I am standing on the promises of God. Standing on the promises that cannot fail. When the howling storms of doubt and fear assail, by the living word of God I shall prevail. Standing on the promises of God. Standing on the promises of God, my Savior. I am standing on the promises of God. Standing on the promises of Christ the Lord. Bound to Him eternally, we love strong cord. Overcoming daily with the Spirit's sword. Standing on the promises of God. Standing on the promises of God, my Savior. I am standing on the promises of God. Standing on the promises that cannot fail. Listening every moment to the Spirit's call. Resting in my Savior as my all in all. Standing on the promises of God. Standing on the promises of God, my Savior. I am standing on the promises of God. Standing on the promises I cannot fall. Listening every moment to the Spirit's call. Resting in my Savior as my all in all. Standing on the promises of God. Standing on the promises of God, my Savior. I am standing on the promises of God. Hallelujah. Thank you, Jesus. Hallelujah. We worship you, Jesus. We thank you, Jesus. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ച ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ച ഈശനെ. വന്നിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ. എന്നെ തീർത്തിടാമോ അവൻ ചെയ്തത്. വന്നിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ. എന്നെ തീർത്തിടാമോ
ഹൃദയത്തിൽ പതിക്കും നേരത്തിൽ സ്നേഹഹസ്തം നീട്ടിയമേ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ. സ്നേഹഹസ്തം നീട്ടിയമേ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. ചേച്ചനല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ ഭവിച്ചതെൻ ജീവിതം. Hallelujah. ചേച്ചനല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ ഭവിച്ചതെൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. തേടി വന്ന യേശുരക്ഷകൻ പാപമില്ല ശുദ്ധത്തായി ഇതാ വരുന്നേ. പാപികളെ തേടി വന്ന യേശുരക്ഷകൻ പാപമില്ല ശുദ്ധത്തായി ഇതാ വരുന്നേ. വരവിൻ ദിനം അതിസമീപം വരവിൻ പ്രത്യാശയാൽ നിറഞ്ഞിടാമേ. വരവിൻ ദിനം അതിസമീപം വരവിൻ പ്രത്യാശയാൽ നിറഞ്ഞിടാമേ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. വല്ലത്തിനും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ വല്ലവാദിൻ സ്നേഹം എന്നിലൂറ്റിയല്ലോ. വല്ലത്തിനും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ വല്ലവാദിൻ സ്നേഹം എന്നിലൂറ്റിയല്ലോ. ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. ചേച്ചിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ മാറ്റമല്ലയോ ഭവിച്ചതെൻ ജീവിതം. ചേച്ചിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ മാറ്റമല്ലയോ ഭവിച്ചതെൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. പാപികളെ തേടി വന്ന യേശുരക്ഷകൻ പാപമില്ല ശുദ്ധക്കായി ഇതാ വരുന്നേ. പാപികളെ തേടി വന്ന യേശുരക്ഷകൻ പാപമില്ല ശുദ്ധക്കായി ഇതാ വരുന്നേ. വരവിൻ ദിനം അതിസമീപം വരവിൻ പ്രത്യാശയാൽ നിറഞ്ഞിടാമേ. വരവിൻ ദിനം അതിസമീപം വരവിൻ പ്രത്യാശയാൽ നിറഞ്ഞിടാമേ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. Hallelujah. Praise the Lord. Hallelujah. Lord, we worship you, Jesus. Hallelujah. Hallelujah. Thank you, Jesus. We
Praise you, Jesus. Hallelujah. 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 സ്വർഗരാജ നിരൂപമൻ ഹൃദയവാഞ്ചയാ ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. സ്വർഗരാജ നിരൂപണം ഹൃദയവാഞ്ചയാ ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. രക്ഷിതാവ് രാജാവായി നിത്യത്തിൽ വാഴുന്നു. ഗീതമായി എപ്പോഴും കേൾക്കുന്നു. എൻ രക്ഷിതാവ് രാജാവായ ദിക്കിൽ വാഴുന്നു. ഗീതമായി എപ്പോഴും കേൾക്കുന്നു. അന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വിശുദ്ധരുടെ സംസർഗം വാടാത്ത ഗീതം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. അന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സ്വർഗരാജ്യമാകുമൻ മഹത്വം നാടതിൽ എന്നാത്മാവെന്നും നീരിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ. ഈ സ്വർഗരാജ്യമാകുമൻ മഹത്വ നാടതിൽ എന്നാത്മാവെന്നും നീരിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ. അന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സ്വർഗരാജ്യ നിർമ്മണം എൻ ഹൃദയവാഞ്ചയാം ദൈവദൂത കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. സ്വർഗരാജ്യ നിരൂപണം എൻ ഹൃദയവാഞ്ചയാം ദൈവദൂത കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. അന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. എൻ രക്ഷിതാവ് രാജാവായി ദിക്കിൽ വാഴുന്നു. ഗീതമായി എപ്പോഴും കേൾക്കുന്നു. എൻ രക്ഷിതാവ് രാജാവായി ദിക്കിൽ വാഴുന്നു. ഗീതമായി എപ്പോഴും കേൾക്കുന്നു. അന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. അന്നും എന്നേക്കും വേർപിരിയാതെ
ഞങ്ങളെല്ലാം ഈ സ്വർഗരാജ്യമാകുമേ വാഗ്ദത്ത നാടതിൽ ആത്മാവെന്നും നീതിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ ഈ സ്വർഗരാജ്യമാകുമേ വാഗ്ദത്ത നാടതിൽ ആത്മാവെന്നും നീതിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ Hallelujah. We praise you, Jesus. Thank you, Father. Thank you, Jesus. Thank you, Lord. Hallelujah. Hallelujah. Thank you, Jesus. As we are all standing, let's turn our Bibles for scripture reading. Psalm 37 verses 1 to 8. സങ്കീർത്തനങ്ങൾ 37 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. Psalms 37 verses 1 to 8. അതിൻ്റെ 7ഉം 8ഉം നമുക്ക് ഒന്നിച്ച് വായിക്കാം. Let's read 7 and 8 together, and till then we'll read it responsively. Psalms 37. Fret not yourselves because of evildoers. Be not envious of wrongdoers. Or like the grass, they also wither, like the green plant, they also die. Trust in the Lord and do good. Dwell in the land and befriend faithfulness. Take delight in the Lord, and He will give you the desires of Lord, and your He shall heart. give you the desires of your heart. Commit your way to the Lord. Trust in Him and He will act. He'll make your righteous reward shine like the dawn, your vindication like the noonday sun. Let's read 7 and 8 together. Be still before the Lord and wait patiently for Him. Fret not yourself over the one who prospers in his way, over the man who carries out evil devices. Refrain from anger and forsake wrath. Fret not yourself, it tends only to evil. Let's all sit in God's presence. I chose this portion because today I was not very much prepared for this time. But when I was praying about this psalm came to my mind. Not just this psalm, just one portion about from this psalm, which says in verse 7, "Be still before the Lord and wait patiently for Him." So I started learning about it, and I was wondering, what does God wants to speak? God wants to say from here, because it's a psalm that I've learned in the past. I've done some research in the past, but this I was trying to see what it was, and then God took me in a specific direction, and I figured out that what our pastor spoke today morning in the first service, it's kind of an extension. So it seems like God has something to tell us from Psalm 37, especially verse 7. Be still before the Lord. This psalm is written by David in his advanced age. ദാവീദിന്റെ ഒരു വാർദ്ധക്യ കാലത്തിൽ തന്റെ from all his experiences and his life situations, his എന്താണ് പറയുക, താൻ ആട്ടിടയനായിരുന്നു, താൻ കൊട്ടാരത്തിലെത്തി, താൻ വലിയൊരു സേനാധിപനായി മാറി, അതിനുശേഷം ശൗൽ തന്നെ ഓടിച്ചിട്ട് വീണ്ടും കൊട്ടാരത്തിലെത്തി, അതിനുശേഷം പിന്നെ മകൻ തന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താകുന്നു, മകനെ പേടിച്ചോടി, അബ്ശാലോമിനെ പേടിച്ചോടി തിരിച്ചു വന്നു. സോ David has a lot of life experience, right? നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് വളരെയധികം he has gone through a lot of difficult situations. With all that, he is writing this psalm. ഇതെല്ലാം തൻ്റെ ലൈഫിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ he talks about deliverance, God's hand on the righteous and what will happen to the evildoers, because he has seen a lot of evildoers in his life, and he has seen righteous people in his life. And he's telling these words of wisdom in a form of psalm to the people reading. And if you quickly go through that,
I just want to focus on verse 7 onwards. But then let's quickly, fret not yourselves because of evildoers. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരെ അവരോട് അസൂയപ്പെടുകയും അരുത്. So basically, don't be jealous. You'll find evildoers, they are taking shortcuts. അപ്പോൾ അവർക്ക് something good will come for them because they're taking all the shortcuts. Now you are on this upright path, but it's not a good time for you because you are doing it in the proper straight way. I think many people who has gone through whatever in this world, you will know that it is easier, faster to take shortcuts, right? You can you can bribe people, you can fake your resume. There are a lot of things you can do out from which it is easier to get the next to go to the next step. ഒരു ഇന്റർവ്യൂ കിട്ടാനായിട്ട് it's very easy to fake your resume. I even had to go through that. I had been tempted multiple times, trying to people asking me to update my resume. I had 5 years of experience and one person came to me and said, there's a job but you need 8 years of experience. So this person came to me and he's trying to convince me that 4 years of college is actually considered as experience in the United States. So why not you put it? So you have 9 years of experience. You have one more than what is required. So this person is trying to convince me really hard about. So this is a lesson David is telling us. When we see others do it and get something out of it, don't fret, don't be envious, don't be jealous about them. In the second, he tells something. It's a moment of clarity. Couple of months ago, we looked at Asaph, right? Asaph പാടി അതേ ഒരു ഗാനമാണ് ദാവീദ്. അതേ, he's also giving that contrast and telling in verse 2, അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ച ചെടി പോലെ വാടിപ്പോകുന്നു. ആസാഫ് 73 സങ്കീർത്തനത്തിന്റെ 19-20 അതേ കാര്യം തന്നെയാണ് പറയുന്നത്. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി. The same thing that he is telling. The moment of clarity Asaph got when he went into the presence of God. ദൈവസന്നിധിയിൽ ആലയത്തിൽ ആസാഫ് വന്നപ്പോൾ ആസാഫിന് കിട്ടിയ ക്ലാരിറ്റിയാണ് ഇവിടെ ദാവീദും സെയിം തിങ്. ഹീസ് റിഫ്ലെക്റ്റിംഗ്, ഹീസ് റെസനേറ്റിംഗ് ദ സെയിം തിങ്. 3ാമത്തെ വാക്യം, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത്. ദാറ്റ് ഈസ് ദ മെസ്സേജ് ഡേവിഡ് ഈസ് ടെല്ലിംഗ്. യു ഹാവ് ടു കണ്ടിന്യൂ ടു ഡു ഗുഡ്. നന്മ ചെയ്യുക, നന്മ ചെയ്യുക. ആൻഡ് ഇൻ verse 4 he says, മറ്റുള്ളവർ പറയുന്നത്, don't look at others, don't look at the people who are taking shortcuts, don't look at the evil doers, don't look at the ones who are not on the upright path. You delight in the Lord. അവരെ നോക്കിയിട്ട് envious ആകാതെ, you be delight in the Lord. And then verse 5 says, commit your way to the Lord and trust in him and he will act on it. ഇത് പറഞ്ഞിട്ടാണ് 6ാമത്തെ വാക്യം 7ാമത്തെ വാക്യത്തിലോട്ട് കടന്ന്, that's where he says, fret not yourself over the one who prospers in his way. സ്വന്തം വഴിയിൽ കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. Don't fret, don't be frustrated because of it, don't be angry because of that person, because he took a shortcut, he did something out of the way and he got something out of it. He was successful momentarily, temporarily, he got successful. We should not be frustrated. And then David says, be still before the Lord and wait patiently for him. Wait patiently for him. That's the portion that I want to talk about, and says what will happen if you don't wait patiently. Let me quickly go through. If you do not wait patiently, I'll give you 3 examples. Number 1, Abraham had God's promise. What did he do? He acted on God's promise. God's promise ആണ് ദൈവം തന്നെയാണ് വാഗ്ദത്തം നൽകിയത്. And he said, I don't want to wait for this long. It seems like the situation doesn't work, is not going to work out, so let me take my own path. What happened? Family problem. So number 1, if you don't wait patiently, what will happen? ക്ഷമയോടെ കാത്തിരുന്നില്ലെങ്കിൽ family problems. Number 2, lost promise. വാഗ്ദത്തങ്ങൾ നഷ്ടമാണ്. ഇസ്രായേൽ മക്കൾക്ക് എന്ത് പറ്റി? They could not wait patiently for God to act, and they lost it. They lost the promise. Saul, in fact, very specifically, Samuel asked Saul before they went on this in this war with Amalekites. അമാലേക്കരുമായി ആ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ശമൂവേൽ പറഞ്ഞു 7 ദിവസം കാത്തിരിക്കാൻ, ഞാൻ വന്ന് യാഗം കഴിക്കാൻ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടിട്ട് നമുക്ക് യുദ്ധത്തിന് പോകാം. That's what ശമൂവേൽ പറഞ്ഞതാണ്, right? What did Saul do? He waited for 7 days. He couldn't wait a little longer. What did he do? He sacrificed. Saul, he's from a tribe of Benjamin. Can Benjaminite do a sacrifice? No, it's the duty of a Levite, right? So without waiting for the Levite, without waiting for the priest,
he took matters into his own hands. That's the shortcut that we are talking about. നേരത്തെ നമ്മൾ പറഞ്ഞു, the people who are doing, who cannot wait on the Lord, cannot trust in God's timing. What did he do? He did that. And what does what does Samuel respond in 1 Samuel 12, 13 and 14? He says, Saul's response is, I forced myself. Listen to that words there in verse 12 of 1 Samuel 13. I forced myself, meaning he took matters into his own hands without patiently waiting on the Lord. That's the key point. Without waiting patiently on the Lord, he forced himself to do something. അതുകൊണ്ട് Samuel's response is, Lord would have established your kingdom. That's the promise. He lost his promise. He would have established your kingdom. Instead, what happened? Now your kingdom shall not continue. So what will happen if if I don't wait patiently? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? I will lose my promises. I will lose my purpose. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരു ദൗത്യം നൽകിയിട്ടുണ്ട്, right? If we take matters into our own hands, God will remove us, put somebody else who will follow him, who will wait upon him, who will do things in God's time. Right? That's a very harsh lesson Saul had to learn. Now, what will happen if we wait patiently? Number one, we learn we'll lose promise, right? So if we wait patiently, we will get promise. We will receive the promise. Hebrews 10:36 says, ദേവേഷ്ടം ചെയ്യുന്നവൻ ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. Endurance is needed to receive the promise. It is Hebrews 10:36. Number two, this is, the story of Thomas is very close to me because, I'm a person who always questions things. Okay, I mean, people who have listened to me will know that I always ask, I always question things. Why did you do that, right? So Thomas is very dear to me. In John chapter 20, verse 24 to 29, we see this small portion where Jesus has already met his disciples, met first set of disciples. Thomas was not there. But Thomas says, I won't believe, ഞാൻ വിശ്വസിക്കില്ല unless I put my hand on his side and my finger on his hand. Right? This is what Thomas says. It's a very profound statement because Thomas says, what did Jesus do? Jesus comes. But there's an important point. When Jesus comes the next time, look who is there. It's 8 days after the first event. Verse 26 of John 20, we'll understand. 8 days later, his disciples were inside and Thomas was with them. ആ സമയത്താണ് that majestic, profound statement Thomas could say, and it was documented. We could read, my Lord and my God. That's the realization Thomas gets. One doubting Thomas, now he's getting that profound understanding who Jesus is, the real clarity of who Jesus is. The doubt changed to clarity when he waited, when he was present for Jesus' next visit. Thomas could have gone on his way, right? He needn't have stayed with the disciples, with the other disciples. He could have done whatever he wanted to do. Instead, he was there with the disciples. What happened? Jesus appeared to him and specifically singled him out and clarified, removed all the confusion. How? If we wait upon the Lord. If we wait upon the Lord, Paul says, I asked 3 times. Asa goes on this battle against Ethiopia, right? Or Egypt. Yeah, he goes on this battle against Egypt and he still waits upon the Lord. He just doesn't rush into the war. He's praised to God. He waits upon the Lord. Paul, same thing. He has this thorn in his flesh and he waits upon the Lord. 2 Corinthians 12 verses 9. That's when these two people, both of them heard this. Asa made this prayer. When there's a problem between the powerful and the weak, on whose side, God, you will be? Paul receives this word. My strength will be perfect in your weakness. So what will happen if we wait upon the Lord? His strength will come upon us. His strength will come upon us. And Joshua, when he waited, when he's afraid, this is a point when Joshua is afraid, he's about to lead Israelites into Canaan. And he is afraid to do, this is a massive task, right? He has to cross the Jordan River, and then this host of cities, these powerful nations, he has to fight them. What did God tell him? Be strong and courageous. Be strong and courageous.
Isaiah 40:31 says, those who wait upon the Lord will renew their strength. Will renew their strength. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. Who is this talking about? This talking about the people who are waiting upon the Lord. What is really waiting upon the Lord? Waiting upon the Lord is actually, it's an active thing. It's not just waiting and being idle. It's an active thing of putting your trust in God. Earlier I mentioned about Israelites being lost in the wilderness, right? What did they do? They could not put their trust in Lord. They could not wait upon the Lord. Today morning there was a very powerful verse which it felt like Pastor was speaking to me with that phrase. Faith is not a moment of trust. It is a lifetime of endurance. Faith is not a moment of trust. It's a lifetime of endurance. That is what faith is. That is the waiting upon the Lord means. It is not just being idle and doing nothing like as if you're waiting on a bus stand for a bus to come. It is putting your trust, actively putting your trust in the Lord so that He will work in your life. But how is this possible? How is it possible? I would like Timothy. Do you have your Bible, your blue Bible? Do you? No? Okay, Evelyn. Are you sure? Okay, Evelyn, can you take 1 Thessalonians 1 verses 2 and 3? 1 Thessalonians 1 verses 2 and 3. So the question is, what to do when we wait patiently, and how we can, how is it possible to wait patiently? എങ്ങനെ നമുക്ക് കാത്തിരിക്കാൻ കഴിയും? ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? It is actually I want this from the CSB version, Christian Standard Bible. I wanted it to be read from that. I think Pastor once mentioned this, and that's when I started looking into this verse in a different manner. Let's read, Evelyn, can you please read 1 Thessalonians chapter 1 verses 2 and 3? 1 Thessalonians എഴുതിയ ലേഖനം 1-3 വാക്യങ്ങൾ. We always thank God for all of you, making mention of you constantly in our prayers. We recall in the presence of our God and Father your work produced by faith, your labor. So number 1, work produced by faith. Okay. Number 2, your labor motivated by love. Labor motivated by love. Number 2, and number 3, and your endurance inspired by hope in our Lord Jesus Christ. In endurance inspired by our hope in the Lord Jesus Christ. So how is it possible to wait upon the Lord? എന്നുള്ളതിന് ഉത്തരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. It is inspired by hope in our Lord Jesus Christ. The endurance which is inspired by hope. In Malayalam translates, it's slightly different. So കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത എന്നുള്ള ഒരു പദമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ എങ്കിലും CSB ട്രാൻസ്ലേഷൻ, ഡിഫറെന്റ് ട്രാൻസ്ലേഷൻ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയാൽ പ്രചോദിതമായ സഹിഷ്ണുത. It's a life, it's an endurance that we live. It is a life which is inspired by what? By the hope in Christ Jesus. In Christ Jesus. And as we are waiting, there are two things Paul says. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, work produced by faith, വിശ്വാസത്തിന്റെ വേലയും. 2, സ്നേഹപ്രയത്നം. നമ്മൾ ഇന്നലെ ചെയ്തത് it's a work of faith, right? ഇന്നലെ എത്ര പേര്, I received more rejections than I and Papa was there in one place together. It was really bad, right? വളരെ മോശമായിരുന്നു നമ്മുടെ ഒരു അനുഭവം. ആരും ഒന്നും വാങ്ങിച്ചില്ലെന്ന് തന്നെ പറയാം. വളരെ നിരാശപ്പെട്ടു. Somebody messaged in the group saying we ran out of tracks and both of us were looking at our hands. We had our hands full. So, I mean, seriously, it was not very but still, why do we do that still? Why do we do that? We are not seeing anything tangible, right? Nothing, absolutely nothing tangible. But still we did it. Why? That is the work produced by faith. Labor motivated by love. And as we are Pastor, as he is introducing vision culture goes, that's the third point about connecting this in the community. The labor motivated by love. Can we labor for each other and even labor outside? But that should be motivated by what? Love. Love should motivate that. And while we are waiting patiently, what inspires us? It is the hope in our Lord Jesus Christ. And we heard again today, and our Jesus, He went there, He prepared many places for us, and He will come back
to take us there. നമ്മൾ പാടി പാട്ട് അത് തന്നെയാണ്, സ്വർഗരാജ്യം നിരൂപണം എൻ ഹൃദയ വാഞ്ച. Is that really our desire? അത് നമ്മൾ വാഞ്ച തന്നെയാണോ, അത് വെറുതെ പാടുന്നതാണോ? I was literally thinking, ഞാൻ പാട്ട് നിർത്തിയിട്ട് നോട്ട് എടുത്ത് എഴുതാൻ തുടങ്ങി, because I was not confident enough to sing that. അങ്ങ് എന്നേക്കും വേർപിരിയാതെ യേശുവിൻ്റെ കൂടെ നമുക്ക് വാഴാൻ കഴിയുന്നതാണ് എഴുതിയിരിക്കുന്നത്. That's the hope. That's the ആ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ആ ഹോപ്പിൻ്റെ, ആ ഒരു that's the situation that we are going into. And if that is governing us, അതാണ് ശരിക്കും നമ്മുടെ വാഞ്ചയും നമ്മുടെ ഡിസയറുമെങ്കിൽ, endurance is easy. That's what Paul is saying. That hope inspires this endurance, enduring in this life. Paul continues in 1 Thessalonians 4:16 and 17. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ ശബ്ദത്തോടും, he will come after preparing the many places, many mansions for us. വാസസ്ഥലം ഒരുക്കിയിട്ട് കർത്താവ് നമുക്ക് വേണ്ടി വരും. അന്ന് നമ്മളിവിടെ ഇല്ല എങ്കിൽ നമ്മൾ ആദ്യം ഉയർത്തപ്പെടും, ഇല്ല എങ്കിൽ we will be gathered up and we'll join them. And the next verse, last verse, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. That's the hope. That hope, I pray that hope will govern us, and that will be our desire going forward as we spend our time, and that will govern our lives, and we will be able to wait upon the Lord, His timing, not grasp the time for ourselves. As we continue sitting in God's presence, I request if anybody has any prayer point or praise reports to share. Last time I think Finishan specifically said you should come prepared for this moment. I believe you have come prepared. At least you will have some experience from yesterday. So I hope I hope to hear something. Prayer requests or praise reports, I encourage you to share at this time. I think everybody is keeping it up for another time. We had a blessed time yesterday, and thank you all for again coming. Sometimes it feels repetitive driving this distance, and 2 days in a row, as we as I said a little while ago, it feels there's nothing tangible in front of us, but still the faith is leading us. Let's continue to pray. Let's be in God's presence. I request Brother Ajay to pray, and after which Brother Finney will come forward for a message. പരിശുദ്ധാത്മാവേ, സ്വർഗ്ഗപിതാവേ, തിരുനാമത്തെ സ്തുതിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നതിനെ ഹല്ലേലൂയ. ചുരുക്കത്തിലായിട്ട് കർത്താവിയുടെ കടന്നു വരുവാനും കർത്താവെ അല്പസമയം ദൈവത്തിലായിരിക്കാനും എനിക്ക് അവസരം നന്ദി പറയുന്നതിനെ ഹല്ലേലൂയ. ഞങ്ങളുടെ ജനത്തിന്റെ യാത്രയിലേക്ക് ദൈവം കാതനായ ദൈവത്തെ സ്തുതിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു. കടന്നു വരുന്ന വന്നവരൊക്കെ ദൈവം അനുഗ്രഹ പ്രാവശ്യം മടങ്ങിപ്പോതെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സംഘടന ഭാഗത്തുനിന്ന് ശുശ്രൂഷിക്കുവാൻ ദാസന്റെ താല്പര്യത്തിനായ സ്തോത്രം. തുടർന്ന് ഞങ്ങൾ കേൾക്കാമെന്ന വചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതേയും എന്ന ദാസന്റെ കർത്താവ് കരുത്ത് പ്രയോജനപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂതമാരോചന കർത്താദാസൻ കൂടി ഞങ്ങൾ കേൾപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവും തങ്ങി കരുതുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കുക. സ്തോത്രം യേശുവിനാമത്തിൽ തന്നെ. Praise the Lord. I greet you all in the precious name of our Lord and Savior Jesus Christ. നമ്മുടെ റോച്ചസ്റ്റർ മീറ്റിങ്ങിൻ്റെ 8ാമത്തെ ഈ മീറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടെ ഇന്നലെ നമ്മുടെ റോച്ചസ്റ്റർ ക്യാമ്പസിൻ്റെ ഫസ്റ്റ് ഇവാഞ്ചലിസവും ഫസ്റ്റ് പിക്നിക്കുമായിരുന്നു. ഇതുപോലെ ഇനിയും എല്ലാ വർഷങ്ങളിലും ഇതുപോലെ ഇനിയും പിക്നിക്കുകളും ഇവാഞ്ചലിസും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ കുറേ പേര് ഇവിടെ നിന്ന് കാണും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശയും നമ്മുടെ പ്രതീക്ഷയും. ഇന്ന് ഫാദേഴ്സ് ഡേ ആണല്ലോ. എല്ലാ ഫാദേഴ്സിനും ഹാപ്പി ഫാദേഴ്സ് ഡേ. മദേഴ്സ് ഡേക്ക് ഞാൻ ഷിക്കാഗോയിലായിരുന്നു. അവിടുത്തെ ചർച്ചിൽ എൻ്റെ ഒരു സർവീസ് ഡെഡിക്കേറ്റഡ് ഫോർ മദേഴ്സ്. സോ ഐ വാസ് ഹോപ്പിംഗ് ദാറ്റ് they will do something for us. So far I didn't see anything. Maybe after the meeting. നമുക്കൊരു വാക്യം വായിക്കാം. ബുക്ക് ഓഫ് ഹോസിയ ചാപ്റ്റർ 6 വേഴ്സ് 11. ഹോശിയായുടെ പ്രവചനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഹോസിയ 6:11. യഹൂദയെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഈ ആഴ്ചയിൽ
This week I have been reading from the book of Hosea. The reason I read Hosea, there is one reason. ഒരാൾ മരിച്ച സ്വർഗത്തിൽ പോയി. So when we get to heaven, you will have an opportunity to meet the Old Testament saints. So what happened? He was in heaven. All the Bible writers, they come one by one. Isaiah വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, glad to meet you. ഇസയാവിൻ്റെ 53 അധ്യായം, വെരി പവർഫുൾ, റൈറ്റ്? ഇസയാവിന് സന്തോഷമായി. ജെറമായ വന്നു. ജെറമ്യാവ് പറഞ്ഞു, ചാപ്റ്റർ 17 കുശവൻ്റെ, വണ്ടർഫുൾ. ജെറമ്യാവിന് സന്തോഷമായി. ഹെസ്കേൽ വന്നു. ഹെസ്കേൽ പറഞ്ഞു, ചാപ്റ്റർ 37 അസ്ഥിത്താഴ്വര, 1000 പ്രസംഗം ഞാൻ കേട്ട് കാണും. ഹെസ്കേൽ സന്തോഷമായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് സെഫന്യാവ് വരുന്നത്. സെഫന്യാവ് വന്നൊരു ചോദ്യം ചോദിച്ചു, എൻ്റെ ബുക്കിനെ കുറിച്ച് എന്നാ പറയുന്നത്? അപ്പനാണ് അങ്ങനെ ഒരു ബുക്ക് ഉണ്ടോ എന്ന് തന്നെ പുള്ളിക്കാരൻ സംശയം. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇതൊക്കെ വായിക്കുന്നില്ല, ഹോസേയ, സെഫന്യ, ഹബക്കുക്ക് ഒക്കെ. Hope kids, now you have vacation, right? So would you try to read Zephaniah? Otherwise when you get to heaven he will ask, you have to tell something, right? Okay, they agreed. ഹോസിയ പ്രവചനം 6:11 says, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റി. How many of you sitting here, are you comfortable or happy with the situation that you are right now? ഇപ്പോഴത്തെ സ്ഥിതിയിൽ 100% സന്തോഷമായിട്ട് ഐ ആം കണ്ടന്റ്. കണ്ടന്റ്മെൻറ്റിനെ പറ്റിയല്ല പറയുന്നത്, സ്പിരിച്വലി. How many of you are satisfied, or how many of you think, yes, കർത്താവേ, എനിക്ക് സ്ഥിതി ഒന്ന് മാറണം എന്ന ആഗ്രഹമുണ്ട്. എൻ്റെ സ്ഥിതി, എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി, ഫാമിലിയുടെ സ്ഥിതി, സഭയുടെ സ്ഥിതി ഒക്കെ മാറണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ എല്ലാവർക്കും ആഗ്രഹം കാണുമായിരിക്കും. ഇവിടെ കർത്താവ് യഹൂദയോട് പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി ഞാൻ മാറ്റി. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്, സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. Many times we get discouraged looking at the current situation. This right now what's happening. But this morning we heard, right? Faith is trusting when we don't see anything. So when we don't see anything, remember, God is going to change that. ഇന്ന് നമ്മളൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ആരും കാണുന്നില്ല. എന്നാൽ ദൈവം പറയണം, യഹൂദയെ ഞാൻ നിന്റെ സ്ഥിതി മാറ്റും. നമ്മളോടും ഒരുപക്ഷെ കർത്താവിന് പറയാനുള്ള ഇതാണ്, വി ആർ കമ്മിങ് എവരി മന്ത്, വി ഡോണ്ട് സീ എനിത്തിങ്, എന്നാൽ നമ്മുടെ സ്ഥിതിയും കർത്താവ് മാറ്റും. ഹല്ലേലൂയ. സ്ഥിതി മാറ്റും 1. 2 അവിടെ പറയുകയാണ്, സ്ഥിതി മാറ്റുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. സ്ഥിതി മാറുമ്പോൾ കൊയ്ത്ത് വരുന്നു. അപ്പോൾ കൊയ്ത്ത് വരണമെങ്കിൽ സ്ഥിതി മാറണം. നമുക്ക് നോക്കാം. ദൈവം, നമ്മുടെ ബൈബിൾ നോക്കുവാണെങ്കിൽ we see God changing the situation of the people, situation of the places, the entire community, the nations, even in the universe, how God changes. God works in different ways. ദൈവം വ്യക്തികളുടെ ജീവിതത്തിലും കുടുംബങ്ങളിൽ ദേശത്ത് സ്ഥിതി മാറ്റിയ അനേക അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും. അത് ചിലത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ സന്ധ്യയെങ്കിൽ നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ ഒന്ന് വർദ്ധിച്ചിട്ട് നമുക്ക് മടങ്ങി പോകാൻ ഇടയായിത്തീരും. ഈ വർഷം ഞാൻ വായിച്ച ബുക്കുകളിൽ എന്നെ ഏറ്റവും അധികം ക്യാപ്റ്റിവേറ്റ് ചെയ്ത ഒരു ബുക്കാണ് ഈ ബുക്ക്. വായിക്കാൻ താല്പര്യമുള്ള നിങ്ങളെല്ലാവരും ഇത് വായിച്ചിരിക്കണം. ആർക്കെങ്കിലും ബുക്ക് വാങ്ങിക്കുവാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ലോൺ ചെയ്യാം. ഒരാൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അദ്ദേഹം ആ വ്യക്തി വായിച്ച് കഴിയുമ്പോൾ ഇത് തരാം. ഹൈലി റെക്കമെൻഡഡ്. ഐ വിൽ ഗിവ് യു എ സമ്മറി. നമ്മുടെ ടോപ്പിക് ഇതാണ്, സ്ഥിതി മാറ്റുന്ന ദൈവം, റൈറ്റ്? സിറ്റുവേഷൻ, സ്ഥിതി മാറ്റുന്ന ദൈവം. Many times we think about Minnesota. We don't have anything very things to boast about, at least in the spiritual realm. But as I read more and more, there are things that keep coming up.
Rochester, Newport revival. After that, Billy Graham, for many years, he was here. Many things like that. Now recently, the marriage event, all those things, we are very happy about it, right? Now, how about a missionary from Minnesota? Anyone heard about it? Him? So, in 1941, Bruce, there's a picture. Can you put it? In 1941, November 10th, so this I'm going to talk about him. He was born in St. Paul, Minnesota. His dad was the CEO of a bank. Very well-to-do family, everything going well. So, as he grew up, there was something deep inside. We were going to a Methodist church. Deep inside, he didn't feel anything, nothing personal to him. He was attending the church, but there was nothing personal. Then all of a sudden, he had that moment of transformation, the salvation experience. That moment he knew God has called him for a mission work. At the age of 19, he took a one-way ticket to South America. We know Abraham started the journey without seeing anything. This morning we heard about Adoniram Judson took a one-way ticket and boarded a ship. Bruce took a one-way ticket to South America. In his pocket he had a few dollars. He don't know a single Spanish word. He's going to South America. His parents asked him, "Where are you going? What is the plan?" "Oh, I am going to preach the gospel to the indigenous people known as Motilons or Bari people in Venezuela." You know what is unique about that tribal people? Last 500 years, at that moment, no one from the outside world had a contact with that people. They are very violent. At least 500 people were died after encountering the Motilons. And he decided to go right there. His welcome was a warm welcome. You know what happened? They shot him with an arrow. An arrow stuck on his thigh. That is how they welcomed him. They tied him somewhere, left him there to die for many days. No food, no water. In the middle of the forest in Venezuela. No people from outside, right? He thought he's going to die. Days later, things changed. He started getting food. They started giving him food. I was wondering, what is going on here? Why all of a sudden there is a change? He spent many years. He couldn't understand why. How come they are not killing me? Because at least 500 people were killed by Motilons. He was very surprised. How come they are not killing him? He's right in the middle of his people. Days passed by, months, years passed by. We know they have their own language, right? He listened to their conversations. Based on the actions, the circumstances, he tried to write the words they speak on his diary. After the years of perseverance, he started speaking to them in their own language. Then he asked them, "How come you never killed me?" You know what they said? There is a legend in that community. The legend is, somehow these people, years ago, they offended God. So God left them. God left them. God is not with them. And someone, so see, this is their fairy tale, their story. Someone told them, years later, a tall, lean man, fair-skinned, will come. He will show you the way to God. They thought, this is that man. That is why they never killed him. Years passed,
he learned their language. He lived with them. He eat whatever they eat. And if you read this, you will literally cry. There were many days he was losing blood because his body is not used to what they are eating, right? But he don't have a choice. No burger there in the middle of the forest. Many days he was losing blood. He thought he's going to die because, if you lose blood, you have to do transfusion. But God had bigger plans for him. I'm going to cut down, otherwise I will explain the entire book. Then you won't have the fun to reading it, so I'm going to cut short. But I don't know how much this book captivated me. I'm going to read it again. There is a second book of this sequel, so I'm reading it right now. Let me summarize the result of his hard work. He spent time with them years. He learned their language. They have no written language, only spoken. He developed the writing in their language. He translated the Bible in their language. Now, listen to this. 70% of the tribal people, they are Christians in Venezuela. Amen. And you will think maybe it's a couple thousand, right? 70%? No. 200,000 is the population. One man, because of his dedication, this is what he accomplished. It's not ending there. He translated the Bible. He established school for them. Now the people, those indigenous people, there are doctors, nurses, attorneys from that tribe now in that place. 19 different tribes were influenced by his mission work. 18 health centers, 42 bilingual schools, 22 agricultural centers, 11 trading posts. Their entire life was changed. നമ്മുടെ കീവേഴ്സിലേക്ക് മടങ്ങി വരാം. ജനത്തിൻ്റെ സ്ഥിതി മാറ്റുന്ന ദൈവം. സുവിശേഷത്തിന് ജനങ്ങളുടെ സ്ഥിതി മാറ്റുവാൻ കഴിയും. ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ, പുറംലോകവുമായി ബന്ധമില്ലാതെ, വസ്ത്രങ്ങളില്ലാതെ, വൺ മോർ പിക്ചർ ഇഫ് യു ബ്രിങ് ദാറ്റ്. സംവാട്ട് ഡീസൻറ്റ് പിക്ചറാണ് ഞാൻ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് വലിയൊരു പിക്ചർ കാണിക്കാത്തത്. അങ്ങനെ നടന്ന ഒരു ജനതയെ സുവിശേഷം എത്തിക്കഴിഞ്ഞപ്പോൾ അവരിൽ വന്ന മാറ്റം. അവരുടെ ഇടയിൽ ഡോക്ടർമാരും നല്ല വിദ്യാഭ്യാസമുള്ളവരും ഇപ്പോഴുണ്ട്. ദൈവം ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. എന്നാൽ നാം ഓർത്തിരിക്കേണ്ട കാര്യം, അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച വ്യക്തികളുടെ പേരാണ് ബ്രൂസ്. ഞാൻ പറയട്ടെ, യങ് പീപ്പിൾ ലിസണിങ് ടു മീ, യു വാണ്ട് every one of you have the potential. I'm not telling you to go to Venezuela, but when God walks through you, you can be just like Bruce. And God can use you to make changes in the lives of millions of people around you. How many of you will say, Lord, yes, I am ready. Wherever you are sending me, I am ready. Bruce was ready at the age of 19. Without knowing a single Spanish word, he decided to go all the way to Venezuela. And this is what happened. The Motiloans, they changed. And one very particular thing about them was they were very hostile to outsiders. They were very hostile to other tribes even. There are other tribes named Yuko. They won't get along each other. They kill the minute they see each other. After they become, the gospel worked in their hearts. What happened is they told him, we are going to that tribe with the message of the gospel. Bruce never had to go. These people took the gospel, spread the gospel to the other tribes in the jungle. Now 19 tribes in that forest, they know our Lord's Savior, Jesus Christ. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. അത് എത്ര കാടന്മാരായാലും, എത്ര പരിഷ്കാരമുള്ളവരായാലും പരിഷ്കാരമില്ലാത്തവരായാലും, സുവിശേഷം എത്തിക്കഴിയുമ്പോൾ സ്ഥിതി മാറും. The gospel that we carry, the message we carry, it has the power to change the lives. Amen. No matter what their circumstances. നമ്മൾ ഇന്നലെ 300 പരം ട്രാക്റ്റുകളും ബൈബിളും കൊടുത്തു.
You never know. Maybe one of them going to be the next Billy Graham. You never know. Maybe next Reinhard Bonke. സുവിശേഷത്തിൻ്റെ ആ ശക്തി നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. ഞാൻ മടങ്ങി വരട്ടെ. ദൈവം സ്ഥിതി മാറ്റി ഒരു ട്രൈബിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ബൈബിളിലേക്ക് ഞാൻ മടങ്ങി വരാം. ദൈവം സ്ഥിതി മാറ്റിയ ഒരു വ്യക്തി നമുക്ക് വായിക്കാം. യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 9 വേഴ്സ് 35. ജോബ് 9:35. അപ്പോൾ ഞാൻ അവനെ പേടിക്കാതെ സംസാരിക്കും. ഇപ്പോൾ എന്റെ സ്ഥിതി അങ്ങനെയല്ലല്ലോ. യോ പറയാണ് ഇപ്പോൾ എൻ്റെ സ്ഥിതി അങ്ങനെയല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യോബ് പറയാണ് ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതി അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം യോബിനൊരു പഴയൊരു സ്ഥിതി ഉണ്ടായിരുന്നു, ആ സ്ഥിതി മാറി. ഇപ്പോൾ ആ സ്ഥിതി അങ്ങനെയല്ല. യോബിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് 3 സ്ഥിതികൾ, 3 phases in his life. മുമ്പിലത്തെ സ്ഥിതി, ഇപ്പോഴത്തെ സ്ഥിതി, അവൻ്റെ ഫ്യൂച്ചർ, ഭാവിയിലെ സ്ഥിതി. യോബ് പറയാണ് ഇപ്പോൾ എൻ്റെ സ്ഥിതി അങ്ങനെയല്ല. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? He lost everything. You know, he was super rich, right? ഒരു മില്യണയർ ആയിരുന്നു. അവൻ്റെ വീട്ടിലുള്ള ദാസിദാസന്മാരുടെ എണ്ണം തന്നെ എടുത്താൽ അത്ര റിച്ച് ആയിരുന്നു. എന്നാൽ യോബ് പറയാണ് ഇപ്പോൾ എൻ്റെ സ്ഥിതി he lost literally everything. നഷ്ടപ്പെടുവാൻ ഇനി തൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം മാത്രമേ നഷ്ടപ്പെടുവാനുള്ളൂ. അതുകൊണ്ടാണ് യോബ് പറയുന്നത് ഇപ്പോഴെൻ്റെ സ്ഥിതി അങ്ങനെയല്ല, ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതി അങ്ങനെയല്ല. എന്നാൽ നമുക്കറിയാം ദൈവം ആ ഒരു സ്ഥിതി, ഈ ഒരു സ്ഥിതിയിൽ എത്തിച്ചേർന്നിട്ടും ഈ യോബ് ദൈവത്തെ തള്ളിപ്പറയാഞ്ഞത് കൊണ്ട് ദൈവം അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം എൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥിതിക്കും ദൈവത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും. യോബിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാണെങ്കിൽ, യോബിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, എല്ലാം നഷ്ടമായിക്കൊള്ളട്ടെ, ഈ ലോകത്തിൽ നമുക്കുള്ള എല്ലാം നഷ്ടമായിക്കൊള്ളട്ടെ. നമുക്ക് ആ പാട്ടുണ്ടല്ലോ, ലോകത്തിൽ എനിക്കുള്ളതെല്ലാം നഷ്ടമായിടും, ലോകത്താൽ ദശിച്ചിടിലും പൊന്നേശുവ നീയല്ലോ. അതാണ് ദിവ്യ സമ്പത്ത്. യോബിൻ്റെ ഭൂമിയിലെ സമ്പത്ത് നഷ്ടപ്പെട്ടെങ്കിലും ദിവ്യ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയില്ല. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത് ഞാൻ അവനായി കാത്തിരിക്കും. ഇവിടെ യോബ് പറയുകയാണ് എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല, നല്ലൊരു സ്ഥിതി ഇരുന്ന മനുഷ്യനാണ്, ഇപ്പോൾ എൻ്റെ സ്ഥിതി തീരെ മോശമാണ്. എന്നാൽ അതുകൊണ്ട് he never give up. His situation changed, his faith, his trust never changed. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഒഴിയിലേക്കാണ് യഹോവ അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. നമ്മുടെയും സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവം സർവശക്തനാണ്. നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണ് കർത്താവേ ഈ ഒരു സ്ഥിതിക്ക് എന്ന് മാറ്റം വരും എന്ന് ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? നിങ്ങളോട് പറയട്ടെ, യഹോവ യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയെങ്കിൽ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ ദൈവം സർവശക്തൻ. ഇതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ വീണ്ടും പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഒരു വ്യക്തിയുടെ സ്ഥിതിക്ക് മാത്രം മാറ്റമല്ല, ഒരു ദേശത്തിൻ്റെ തന്നെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ഒരു വാക്യം വായിക്കാം, യെരമ്യാ പ്രവചനം എൻ്റെ 33-ാം അധ്യായം 11-ാം വാക്യം. ബുക്ക് ഓഫ് ജെറമയ ചാപ്റ്റർ 3 വേഴ്സ് 11. So first we see God changing the situation of a person. Now we are going to see God changing the situation of a land. Jeremiah 33:11. ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളുടെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പീൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊട്ടുന്നവരുടെ ശബ്ദവും കേൾക്കും. ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെയാക്കും. ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെയാക്കും. ഇവിടെ ഇതാ ഒരു ദേശം. ആ ദേശത്ത് എന്താണ് സംഭവിച്ചതെന്ന് ആ വാക്യത്തിൽ കാണുന്നതാണ്. എന്താണ് സംഭവിച്ചത്? അവിടെ യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവന്നവരുടെ ശബ്ദം കേൾക്കും. അതായത് ഇപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ശബ്ദം കേൾക്കുന്നില്ല. യഹോവയുടെ ആലയത്തിൽ നിന്ന് സ്തുതി നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ള ഒരു ദേശത്തെയാണ് ഇവിടെ കാണുന്നത്. അവിടെ പ്രവാചകൻ മുഖാന്തരം പറയുകയാണ്, ആ ദേശത്തിൻ്റെ സ്ഥിതി ഞാൻ മാറ്റും. പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ നമ്മുടെ ഈ ദിവസങ്ങളിൽ നമ്മൾ വേണ്ടത്ര ആത്മാക്കളെ കാണുന്നില്ലായിരിക്കും. ആലയത്തിൽ സ്തുതിക്കുന്നവരുടെ എണ്ണം ഒരുപക്ഷെ കുറഞ്ഞു വരികയായിരിക്കും. ഇന്നലെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറയും, നമ്മുടെ എല്ലാവരും മാറി ഇവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആൾ കുറയുകയാണല്ലോ എന്ന് ഞങ്ങൾ വിലപിക്കുവാനിടയായി. എന്നാൽ പറയട്ടെ,
യഹോവ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റും. ആലയത്തിൽ ശ്രദ്ധിക്കുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കും. ആള് പോകുന്ന വാഴപ്പെടേണ്ട ആളുകളെ കൊണ്ടുവരുവാൻ അപ്പോൾ ഒന്നാമത് വ്യക്തികളുടെ സ്ഥിതി മാറ്റിയ ദൈവം, രണ്ട് ദേശത്തിൻ്റെ സ്ഥിതി മാറ്റുന്ന ദൈവം. ദേശത്തിൽ പക്ഷേ കാണുന്നത് പ്രൊട്ടസ്റ്റും വയലൻസും ഒക്കെ ആയിരിക്കാം. എന്നാൽ ഓർത്തുകൊള്ളുക, രമ്യ പറയുന്ന ദൈവം പറയുകയാണ്, ദേശത്തിൻ്റെ സ്ഥിതി ഞാൻ മാറ്റാം. ഹല്ലേലൂയ. ദേശത്തിൻ്റെ സ്ഥിതി മാറ്റാം. അടുത്ത പ്രാവശ്യം നമ്മൾ ഇവിടെ ഇവഞ്ചലിസ്റ്റ് വരുമ്പോൾ നോട്ട് മേക്കിംഗ് എന്നല്ല, ജീസസ് മേക്കിംഗ് എന്നുള്ള ബോർഡുകൾ നാം കാണും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ ദൈവം ഈ റോച്ചസിൻ്റെ സ്ഥിതി മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒന്ന്, വ്യക്തികളുടെ സ്ഥിതി മാറ്റുന്ന ദൈവം, രണ്ട്, ദേശത്തിൻ്റെ സ്ഥിതി മാറ്റുന്ന ദൈവം. എന്നാൽ സ്ഥിതി മാറ്റണമെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷനുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സ് 2 and 3, ആവർത്തന പുസ്തകം 30-ാം അധ്യായം, ഇതിൻ്റെ 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിന്നിലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഇവിടെ സ്ഥിതി മാറ്റാനുള്ള 2 കണ്ടീഷൻ അവിടെ കാണാൻ സാധിക്കും. വാട്ട് ആർ ദ 2 കണ്ടീഷൻസ്? ഒന്ന്, യഹോവയെങ്കിലേക്ക് തിരിയണം. 2, പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ മനസ്സോടും കൂടെ ആജ്ഞാപിക്കുന്നൊക്കെയും കേട്ട് അനുസരിക്കണം. നമ്മൾ കേൾക്കുന്നുണ്ട്, ശരിയാണ്. ഇതിപ്പോൾ എത്രാമത്തെ മെസ്സേജ് ഈ വീക്കെൻഡിൽ 4-5 റൈറ്റ് കേൾക്കുന്നുണ്ട്, ഒരു കുറവും ഇല്ല. ഈ കേട്ടിട്ട് അനുസരിച്ചില്ല, എന്താ കുഴപ്പം അല്ലേ? നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, ഡൈജസ്റ്റ് ആയില്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, റൈറ്റ്? നമ്മൾ സ്പിരിച്വലി കോൺസ്റ്റിപ്പേറ്റഡ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ യഹോവ പറയുകയാണ്, യഹോവ നിന്റെ സ്ഥിതി മാറ്റും. എന്നാൽ കണ്ടീഷൻ എന്താണ്? യഹോവയെങ്കിലേക്ക് തിരിയണം, യഹോവ പറയുന്നത് കേട്ട് അനുസരിക്കണം. നാം അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം, നമ്മുടെ പാർട്ടാണ് നാം ചെയ്യുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പാർട്ട് ദൈവം ചെയ്യും. നമ്മുടെ പാർട്ട് എന്താണ്? കേൾക്കുക, അനുസരിക്കുക. അത് നാം ചെയ്യാൻ തയ്യാറാകുന്നെങ്കിൽ യഹോവ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ സ്ഥിതി മാറ്റാം. സ്ഥിതി മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, യഹോവ സ്ഥിതി മാറ്റും എന്നതിന് വലിയൊരു കണ്ടീഷനുണ്ട്. യഹോവയുടെ വാക്കുകൾ കേൾക്കുക, അതനുസരിക്കുക, യഹോവയെങ്കിലേക്ക് തിരിയുക. പലപ്പോഴും ഈ ദിവസങ്ങൾ നാം തിരിയുന്നത് മറ്റു പലതിലേക്കുമായിരിക്കാം. നമ്മുടെ മുമ്പിൽ തിരിയാൻ പല വിഷയങ്ങളുണ്ട് അല്ലേ? ഷോർട്സ് ഉണ്ട്, റീൽസ് ഉണ്ട്, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എൻഡ്ലെസ് ആയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഒരു 10 മിനിറ്റ് നോക്കാനും കൊണ്ട് നമ്മൾ ഇരിക്കുന്നത് 1 മണിക്കൂർ കഴിയുമ്പോൾ 10 മിനിറ്റ് ആയോ എന്ന് തോന്നുന്നു, പക്ഷെങ്കിൽ 1 മണിക്കൂറായി. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നാം പലപ്പോഴും നമ്മളെ തിരിയുന്നത് മറ്റു പലതിലേക്ക്. എന്നാൽ യഹോവ പറയുന്നത്, എങ്കിലേക്കൊന്ന് തിരിയാവോ, ഞാൻ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിലേക്കൊന്ന് തിരിയാം, ദൈവത്തിലേക്ക് തിരിയാം, യഹോവയുടെ വാക്ക് കേട്ട് അനുസരിക്കാം. അതിൻ്റെ സെക്കൻഡ് പാർട്ടോട് പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ കീ വേർഡ്സ് മറന്നു പോകരുത്. യഹോവ എന്താണ്? സ്ഥിതി മാറ്റം വരുത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. സ്ഥിതി മാറ്റുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ ആധാരമായിട്ട് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ജഡ്ജസിൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 6-ാം അധ്യായം, ജഡ്ജസിൻ്റെ ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, അവിടെ ഒരു വാക്യം വായിക്കാം. എൻ്റെ 5-6 വാക്യം. അവർ തങ്ങളുടെ നാടുകാരികളും കൂടാരവുമായി പുറപ്പെട്ടു വെട്ടിക്കിളിയെ പോലെ മൂഢമായി വരും. അവരവരുടെ ഒട്ടകങ്ങൾ അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയുടെ നിലവിളിച്ചു. ഇവിടെ സംഭവം നമുക്ക് വളരെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒട്ടും ദീർഘമാക്കുന്നില്ല. മിദ്യാൻ ഇസ്രായേൽ വിതയ്ക്കും. ആ വിത കൊയ്യാറാകുമ്പോൾ ആരാണ് വന്ന് കൊയ്യുന്നത്? മിദ്യാന്യരാണ്. വിതയ്ക്കുന്നുണ്ട്, കൊയ്യുന്നില്ല. എന്താണ് പ്രശ്നം? എന്തുകൊണ്ടാണ് കൊയ്യാൻ സാധിക്കാത്തത്? ഇവിടെ കീവേഡ്സ് ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നുണ്ടോ? ഇവിടെ കൊയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ് കാണുന്നത്. എന്തുകൊണ്ട് കൊയ്യുവാൻ സാധിക്കുന്നില്ല? ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ അവർ പറയും, പ്രശ്നം ഇതാണ്, ഞങ്ങൾ വിതയ്ക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ഞങ്ങൾ ശത്രുവാണ് എൻ്റെ കാരണം. ബിക്കോസ് ഓഫ് മിഡിയാനൈസ് യു ആർ നോട്ട് റീപ്പിംഗ്.
ഗിദെയോനോട് ചോദിക്കാം, ഗിദെയോൻ എന്താണ് പ്രശ്നം? ഗിദെയോൻ പറയും, അതല്ല പ്രശ്നം, ദൈവമാണ് പ്രശ്നം. അതിൻ്റെ ഒരു വാക്യം നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ദൂതൻ വന്ന് ഗിദെയോനോട് സംസാരിക്കുമ്പോൾ ഗിദെയോൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യഹോവ നമ്മോട് കൂടി ഉണ്ടെങ്കിൽ അല്ലേ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? പണ്ടത്ത് നടന്ന ആ കാര്യം സംഭവം, അതായത് ഗിദെയോൻ പറയുന്ന, കർത്താവെ നീ ഞങ്ങളുടെ കൂടെ ഇല്ല, കർത്താവ് വന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഫിക്സ് ചെയ്യണം എന്നുള്ളത്. എന്നാൽ എന്താണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പ്രശ്നം നമുക്കറിയാം, റിപ്പീറ്റിംഗ് സൈക്കിൾസ്, പാപം, വീഴ്ച, പണിഷ്മെൻറ്റ്, റിസ്റ്റോറേഷൻ. ആ ഒരു സൈക്കിളിലൂടെ ഇവിടെ കടന്നുപോകുന്നു. പ്രധാനപ്പെട്ട പ്രശ്നം, വിതയ്ക്കുന്നുണ്ട്, കൊയ്യാൻ സാധിക്കുന്നില്ല. ദൈവം നമുക്ക് വേണ്ടി കൊയ്ത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ കൊയ്യുവാൻ സാധിക്കാത്തൊരവസ്ഥ. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിലുണ്ടായ പാപം, ദൈവത്തിൽ നടന്നുപോയ അനുഭവം. എന്നാൽ ഇവിടെ ഇതാ ദൈവം ഗിദെയോനെ എഴുന്നേൽപ്പിച്ച് അവർക്ക് വേണ്ടി ഒരു കൊയ്ത്ത് വീണ്ടും ഒരുക്കി. ദൈവം പറയുകയാണ്, ഞാനല്ലോ നിന്നോട് കൂടെ ഇരിക്കുന്നത്, ഞാനല്ലോ നിന്നെ അയക്കുന്നത്. ദൈവം 2 പ്രോമിസാണ് ഗിദെയോന് കൊടുത്തത്. ഞാനല്ലോ നിന്നെ അയക്കുന്നത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. 2 പ്രോമിസാണ് കൊടുത്തത്. എന്നിട്ട് 34-ാമത്തെ വാക്യത്തിൽ ഇപ്പോൾ കാണുന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. കൊയ്ത്ത് നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചില കാര്യങ്ങൾ നടക്കാം. ഒന്ന്, യഹോവ പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് ഈ ദിവസങ്ങൾ കടന്നു വരണം. 2, ഞാനാണ് നിന്നെ അയച്ചിരിക്കുന്നത്, ദൈവമാണ് നമ്മൾ അയച്ചെന്നുള്ള ബോധ്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. 3, യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. ഗിദെയോന്റെ മേൽ വന്നപ്പോഴാണ് അവൻ യുദ്ധം ജയിക്കുവാനിടയായിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ നമ്മളുടെ മേലും ആത്മാവ് വരുന്നുവെങ്കിൽ ഇവരുടെ പോലെ കൊയ്ത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ ദേശം മടങ്ങി വന്നതുപോലെ നമുക്കും മടങ്ങി വരുവാൻ കാണാൻ ഇടയായിത്തീരും. യഹോവ തന്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ ഒരു കൊയ്ത്ത് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആ കൊയ്ത്തിലേക്ക് ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ നടക്കുവാൻ ദൈവം സഹായിക്കട്ടെ. 8-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, എന്നാൽ മിദ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി, ഗിദെയോനുള്ള ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഇവർ നാളുകളായി കൊയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നെങ്കിൽ ഇവിടെ ഇതാ 40 സംവത്സരം ഒരു സ്വസ്ഥത ഉണ്ടായി. ചുരുക്കം പറഞ്ഞാൽ 40 സംവത്സരം അവർക്ക് കൊയ്യുവാൻ തക്കവണ്ണം ഒരു കൊയ്ത്തിൻ്റെ സീസൺ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി. പ്രിയപ്പെട്ടവർ, നമുക്ക് വേണ്ടിയും ദൈവം കൊയ്ത്തിൻ്റെ സീസൺ വെച്ചിട്ടുണ്ട്. അതെപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോൾ ദൈവത്തിലേക്ക് തിരിയുമോ അപ്പോൾ ദൈവം നമ്മുടെ സ്ഥിതിക്ക് കയറ്റം നിർത്തിയിട്ട് ഒരു കൊയ്ത്ത് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 14:7 പ്രകാരം കാണുന്നു, സിയോനിൽ നിന്ന് ഇസ്രായേൽ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇവിടെ ഇതാ സന്തോഷവും ആനന്ദവും നഷ്ടപ്പെട്ട യാക്കോബിനെ കാണുകയാണ്. എന്നാൽ എന്താണ് പറയുന്നത്? യഹോവ സ്ഥിതി മാറ്റുമ്പോൾ സന്തോഷിക്കുന്ന അനുഭവം. ഇന്നൊരു പക്ഷേ നിങ്ങളുടെ മുഖത്തെ കണ്ണുനീരായിരിക്കാം, ദുഃഖം, നിരാശയൊക്കെ ആയിരിക്കാം. എന്നാൽ ഓർത്ത് കൊള്ളണം, ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും. ആ സ്ഥിതി മാറ്റുമ്പോൾ നമുക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ വചനങ്ങൾ ആ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. നമ്മുടെ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവം. ആ സ്ഥിതി മാറ്റുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ദിവസത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മളെ കർത്താവ് കേൾപ്പിച്ച ദൈവാലോചനയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം, കർത്താവ് നമ്മളോട് ഇടപെടുന്നു എന്നുള്ളതാണ്. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ നാം കേട്ട വചനം, അത് എന്നെ ഒന്നും കൂടി ഉറപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ വചനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവസന്നിധിയിൽ നമുക്കൊന്നും മറച്ചു വെക്കേണ്ടതൊക്കെ മറച്ചു വെക്കണം, എല്ലാം മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് നമ്മുടെ സെക്കൻഡ് സർവീസ് ആരംഭിച്ചപ്പോൾ ഞാൻ ബാക്കിൽ പോയപ്പോൾ മീഡിയ ടേബിൾ ഒരാൾ പോലുമില്ല. ഞാൻ ഈ ഇടയായിട്ട് ഇതൊന്നും ഡീൽ ചെയ്യാത്തത് കൊണ്ട് ഇച്ചിരി അൺഫെമിലിയറായിട്ട് എനിക്ക് തോന്നി. ഇതൊക്കെ ആരംഭത്തിൽ ചെയ്ത ആളാണെങ്കിലും ഇപ്പോൾ ഈ ടെക്നോളജിയൊക്കെ കൂടിയതുകൊണ്ട് അറിയത്തില്ല.
അറിയത്തില്ലെന്നല്ല, ഞാൻ തൊട്ടൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിച്ചില്ല. അപ്പം ഞാൻ നോക്കി ആരുമില്ലയോ ഇതൊന്ന് മാനേജ് ചെയ്യാനെന്ന്. കാരണം മാനേജ് ചെയ്യാൻ പറ്റിയവരൊക്കെ സ്റ്റേജിലാണ്, ആരുമില്ല. ആ സമയത്ത് ഞാൻ പുറത്തോട്ട് പോയി നോക്കിയപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ചിലരൊക്കെ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് അവിടെ വെളിയിൽ നിൽപ്പുണ്ട്. എനിക്ക് ഭയങ്കര പ്രയാസമുണ്ടായി. ഞാൻ എന്തിനാ തുറന്നു പറയുന്നത്, ഞാൻ ഇന്ന് രാത്രി കേട്ട വചനം അതെന്നെ വളരെ ബലപ്പെടുത്തി. ഞാൻ വന്നു, പ്രസംഗിക്കുകയും വേണം, പ്രയാസമുണ്ട്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് ആ ചിന്തയെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി. പക്ഷെ ഇന്ന് രാവിലെ വിശ്വാസത്തെ പറ്റിയാണ് ആദ്യത്തെ സെഷനിൽ ഞാൻ സംസാരിച്ചത്. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇന്ന് രാത്രി കർത്താവ് കേൾപ്പിച്ച ഈ ദൈവാലോചനയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നവനാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, ആൾക്കാരുടെ എണ്ണമല്ല, ഉള്ളവരുടെ താല്പര്യവും സമർപ്പണത്തിലാണ് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പോകുന്നവരെ പറ്റിയല്ല വ്യാകുലം, ഉള്ളവര് കർത്താവേ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ മുന്നേറണം. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അത് ഇന്ന് രാത്രി അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. കർത്താവെ എവിടെ ആക്കിയാലും, മിനസോട്ട ആയാലും റോച്ചസ്റ്ററിലായാലും മിനിയാപോളിസിലായാലും എവിടെ ആയിരുന്നാലും കർത്താവെ നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ പൂർണ്ണതയോടെ കർത്താവെ നിന്റെ വിഷയത്തിൽ പൂർണ്ണ മനസ്സ് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ കൃപ നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. അവൻ സ്ഥിതി മാറ്റും. The lyrics is here. Come on, display. ഇസ്രായേൽ ആനന്ദിച്ചിടും. അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും. ഇസ്രായേൽ ആനന്ദിച്ചിടും. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എൻ്റെ അഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആനന്ദഗാനങ്ങൾ ആകുലനേരത്തും പാടി ഞാൻ ആശ്വസിക്കും. ആനന്ദഗാനങ്ങൾ ആകുലനേരത്തും പാടി ഞാൻ ആശ്വസിക്കും. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. ഒരിക്കൽ കൂടെ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാൽ സ്തോത്രയാഗം കഴിപ്പിൻ. കർത്താവിലെപ്പോഴും
സന്തോഷിച്ച് സ്തോത്രയാഗം കഴിപ്പിൻ. അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദിച്ചിടും. അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഹല്ലേലൂയ ചിടും. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എന്റെ അഭയസ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എന്റെ അഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നു നമ്മൾ നീറുന്ന വേളകളിൽ നമുക്ക് വേണ്ടി നന്മയുടെ ഒരു നീരുറവ ഹല്ലേലൂയ കർത്താവ് വെളിപ്പെടുത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നവനാണ്. ഹല്ലേലൂയ. Our God is a God who changes our circumstances. നമ്മുടെ സ്ഥിതിക്ക് അവൻ മാറ്റം വരുത്തുന്നവനാണ്. ഹല്ലേലൂയ. നമ്മുടെ സ്ഥിതിക്ക് അവൻ മാറ്റം വരുത്തുന്നവനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. അവൻ വ്യക്തികളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്നവനാണ്. അവൻ ദേശത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നവനാണ്. ദേശത്തിന്റെ അവസ്ഥ മാറ്റി ഒരു വലിയ കൊയ്ത്ത് നൽകുന്നവനാണ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമ്മൾ കേട്ട വചനങ്ങൾക്ക് മുമ്പായി നമ്മളെ തന്നെ സമർപ്പിക്കാം. Let us not fret in anger, hallelujah, but let us wait patiently to the Lord. ദാവീദ് പറഞ്ഞ സങ്കീർത്തനത്തിൽ വായിച്ചു നമ്മള് യഹോവയ്ക്കായി കാത്തിരിക്കാം. ഹല്ലേലൂയ. നമുക്കറിയാം യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവകാര്യങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. We worship you Jesus, we praise you Jesus. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഈ ദേശത്ത് കടന്നു വന്ന് അങ്ങയുടെ നാമത്തെ ഉയർത്തി സ്തുതിച്ച് പാടി സ്തോത്രം പറയുവാൻ വചനം ഇവിടെ കർത്താവേ ഇന്ന് രാത്രിയിൽ ശ്രവിക്കുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾക്കൊന്നും പറയാനില്ല കർത്താവ്, നീ ഞങ്ങളുടെ അവസ്ഥയെല്ലാം നന്നായി അറിയുന്നവനാണ്. ഹല്ലേലൂയ. കർത്താവേ, ഒരിക്കൽ പത്രോസ് പടകൊക്കെ വിട്ട് നിന്റെ പിന്നാലെ വന്നു. എന്നാൽ പത്രോസിന്റെ ഭവനത്തിൽ ഒരു പ്രതിസന്ധിയുണ്ട്. അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയാണ്. എന്നാൽ കർത്താവേ, നീ അത് ഇഗ്നോർ ചെയ്യാതെ നീ ആ ഭവനത്തിൽ ചെന്ന് ഹല്ലേലൂയ ആ മാതാവിനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. നീ നിന്നെ പിൻപറ്റുന്നവരെ പറ്റി നന്നായി കരുതുന്നവനാണല്ലോ. നിന്റെ ശബ്ദം കേൾക്കുവാൻ, നിന്റെ വചനം കേൾക്കുവാൻ പ്രദേശത്ത് കർത്താവെ കടന്നു വന്ന ആ വലിയ പുരുഷാരത്തെ പറഞ്ഞു വിടാമായിരുന്നു. കാരണം നാച്ചുറലി ഒരു സോഴ്സും ഇല്ല. അവരെ വെറുതെ വിടാതെ ദൈവമേ അവർക്ക് വേണ്ടി അവരോട് കരുണ കാണിച്ച് യു ഹാഡ് കമ്പാഷൻ ഓവർ ദം. കർത്താവെ, നീ അവർക്ക് വേണ്ടി കരുതിയവനാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെയും കർത്താവെ നൊമ്പരങ്ങളും നീറുന്ന അനുഭവങ്ങളും ഒക്കെ നിനക്കറിയാമല്ലോ. ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് കർത്താവെ ഹല്ലേലൂയ, നീ ഞങ്ങൾക്കായി ഒരു ഉറവിടം തുറക്കുമെന്ന് ഞങ്ങൾ അത് അറിയുന്നു. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഈ ദേശത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ഈ ദേശത്ത് പാർക്കുന്ന നിന്റെ ഹല്ലേലൂയ ദാസൻ അജയും കർത്താവെ കുടുംബത്തെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെയും ദാസിയെയും സഹായിക്കണമേ. ദാനമായി കൊടുത്ത പൈതലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ ഈ വരുന്ന ദിവസങ്ങളിൽ ഭവനമൊക്കെ മാറുന്നു, അതൊക്കെ അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ ദേശത്ത് അവർ പാർക്കുന്നത്, ഈ ദേശത്തിന് ഒരു പർപ്പസ് ദൈവം ഫുൾഫിൽ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിനക്ക്
ആൾക്കൂട്ടം അങ്ങക്ക് വിഷയമല്ലല്ലോ. ഒരു ബദ്ധനെ വിടുവിക്കുവാൻ നീ മുഴുവൻ കർത്താവെ ലേക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്ന് അവനെ വിടുവിച്ചിട്ട് മടങ്ങിപ്പോയ കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവെ ഹല്ലേലൂയ, ഞങ്ങളുടെ എക്കണോമി അല്ലല്ലോ നിന്റെ എക്കണോമി, ഞങ്ങളുടെ ചിന്തയല്ലല്ലോ ഉന്നതനെ നിന്റെ ചിന്ത. നിന്റെ മക്കളെ ഈ ദേശത്താക്കിയിരിക്കുന്നപ്പോൾ അവർക്ക് ആവശ്യമായ സകലതും കൊടുത്ത് അവർ കർത്താവെ തളർന്നു പോകാതെ അവരെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവർ ഈ ദേശത്ത് ഒരു അനുഗ്രഹമായി നിൽക്കുന്നല്ലോ. ദൈവം സഹായിക്കണം, ജോലി കാര്യങ്ങളൊക്കെ സഹായിക്കണം. യാത്ര ചെയ്ത് കടന്നു വന്നതിന്റെ മക്കൾക്കായി എല്ലാ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഇവിടെ കൊടുത്ത എല്ലാ ട്രാക്റ്റുകൾക്കായി സ്തോത്രം. കർത്താവ് ഒരു പ്രവൃത്തി അയക്കും. ഇതാരംഭമേ ആയിട്ടുള്ളല്ലോ കർത്താവെ. ഞങ്ങൾ ഇവിടെ വിറ്റ്നസ്സുകളാകുവാൻ സഹായിക്കണം. ചില പട്ടണത്തിൽ പൗലോസിനെ വെൽക്കം ചെയ്തില്ലല്ലോ, ചില പട്ടണത്തിൽ അവർ കയറിയില്ല, ചിലയിടത്ത് പരിശുദ്ധാത്മാവ് വിലക്കിയെന്നൊക്കെ ഞങ്ങൾ തിരുവനന്തപുരത്തിൽ കാണുന്നു. കർത്താവ് നീ അവരെ കൊണ്ടുപോയിടത്തൊക്കെ അവർ ഉപയോഗിച്ചെങ്കിൽ ഈ പട്ടണത്തിൽ ഞങ്ങൾ കാലുകുത്തി ഇവിടെ ഒരു ദൈവപ്രവൃത്തി ഞങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. ജനത്തെ കടത്തിവിടാതെ വണ്ണം തടയുന്ന, അവരെ നിരാശപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുന്ന, അവരുടെ മനസ്സിനെ മടുപ്പിക്കുന്ന സകല ദേശാധിക ശക്തികളെ, അതിന്റെ പോരുകളെ, അതിന്റെ വെല്ലുവിളികളെ ഇന്ന് രാത്രി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ശ്വാസിച്ച് അകറ്റി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തെക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, വടക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, കിഴക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുകയാണ്. We command to all the sides to release your people in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങളെ മാറ്റണമേ. ഓ പോരുകളെ ശാസിക്കണമേ, പോരാട്ടങ്ങളെ ശാസിക്കണമേ, വെല്ലുവിളികളെ ശാസിക്കണമേ. ദേശത്തിന്റെ മേൽ ആധിപത്യം ചെയ്യുന്ന അന്ധകാര ശക്തിയുടെ മേൽ ദൈവം ജയം കൽപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. ഈ ദേശത്ത് വ്യാപരിക്കുന്ന ടെറിട്ടോറിയൽ ഫോഴ്സസിന്റെ മേൽ ദൈവമേ, ദൈവത്തിന്റെ ജനത്തിന് ജയം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്തതിനായി സ്തോത്രം. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്തതിനായി സ്തോത്രം. രാത്രിയില് അടികളുടെ മടക്കയാത്ര കൂടെ ഇരിക്കണം, ക്ഷേമത്തോടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ സഹായിക്കും. ഒരിക്കൽ കൂടെ കർത്താവെ ഗാനങ്ങളിൽ കൂടെ ഞങ്ങൾ ഇടപെട്ടതിനായി സ്തോത്രം. ശുശ്രൂഷിച്ചതിന്റെ മക്കളെ അനുഗ്രഹിക്കും. വചന ശുശ്രൂഷയിൽ കൂടെ ദൈവമേ നീ ഞങ്ങളെ സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ അന്തരാത്മാവിൽ ഒന്നും കൂടെ ബലം പ്രാപിച്ച് ഇന്ന് രാത്രി നിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ തരുന്നുണ്ട്. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് കർത്താവിന്റെ നാമം മഹത്വം എടുക്കണം. സകലവും തിരുനാമത്തിനായി കർത്താവ് ചെയ്യും. Thank you for everything. Thank you for our children who are with us. In Jesus' most precious name we pray. Amen, amen, amen. Now may the grace of our Lord Jesus Christ, love of the Father, and fellowship of the Holy Spirit be with us all from now and forever. Amen, amen. God bless you all. Kartav Sahai.